തീർത്ഥയാത്ര, ആരാധനാലയങ്ങളിലൂടെ ഒരു യാത്ര. കോട്ടയപ്പൻകാവ് ശ്രീധർമ്മശാസ്താ ക്ഷേത്രം, കോട്ടയ്ക്കധിപനായ തമ്പുരാൻ. പ്രകൃതിയും ഈശ്വരനും ഒന്നിക്കുമ്പോൾ ഒരു നാടിനാകെ അനുഗ്രഹവും കാവലാളുമായി മൈലമൂട് നാടിനെ സംരക്ഷിക്കുന്നത് കോട്ടയ്ക്കധിപനായ കോട്ടയപ്പൻകാവ് ശ്രീധർമ്മശാസ്താവും. അതിമനോഹരമായ ഗ്രാമീണതയിൽ ഭക്തിസാന്ദ്രമായ കുളിർമയാണ് ഇവിടെ എത്തുമ്പോൾ. ക്ഷേത്ര ദർശനം മാനസികമായും ദൈവികമായും നമ്മുടെ ശരീരത്തിനെ ചിട്ടപ്പെടുത്തുന്നു. ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മാണ ചാരുത തന്നെയാണ് ആ അന്തരീക്ഷത്തെയും ഭക്തിസാന്ദ്രമാക്കുന്നത്. മൈലമൂട് കോട്ടയപ്പൻ ക്ഷേത്രത്തിൽ സാക്ഷാൽ ശ്രീ അയ്യപ്പൻ നിങ്ങളുടെ സുഖദുഃഖങ്ങളിൽ ആശ്വാസവും അനുഗ്രഹവും ചൊരിയുന്നു. ഒരിക്കലെങ്കിലും ഈ മനോഹാരിതയെ ഒന്ന് സന്ദർശിക്കണം. അതോടെ കോട്ടയപ്പൻകാവിലെ നിത്യസന്ദർശകരായി നിങ്ങൾ മാറും. ഒന്ന് തൊഴുതാൽ, മനസ്സിരുത്തി ഒന്ന് പ്രാർത്ഥിച്ചാൽ, വേദനയാൽ കലുഷിതമായ നിങ്ങളുടെ മനസ്സിൽ ഒരു കുളിർതെന്നലായി ശാസ്താവുണ്ടാകും തീർച്ച. നാഗത്തറയും ആലിലയും തുളസിത്തറയും കൂടാതെ അത്ഭുത ചേരൽ മരവും രോഗശാന്തിക്കും ജീവിത തടസ്സങ്ങൾക്കും കാതലായ തീരുമാനം ലഭിക്കുന്നു. കോട്ടയപ്പൻ വിളിച്ചാൽ വിളി കേൾക്കുന്നതിന് ജീവൻ രക്ഷ നേടിയവർ തന്നെ സാക്ഷിയാണ്. പന്തിരുനാഴി വഴിപാടാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. ക്ഷേത്ര ട്രസ്റ്റിലെ പേരെടുത്ത് പറയാതിരിക്കാനാവില്ല ക്ഷേത്രത്തിന് ജീവൻ നൽകി പുനരുദ്ധരിപ്പിച്ച് ജനനന്മയ്ക്കായി നിലകൊള്ളുന്ന തിരുമേനി ശ്രീഹരി വെങ്കടേഷിനെ. ഞങ്ങൾ പലരോടും ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോഴും അവർ സാക്ഷ്യപ്പെടുത്തുന്ന പ്രധാന കാര്യം ഞങ്ങൾക്ക് ലഭിച്ച തിരുമേനി ശ്രീ വെങ്കടേഷിനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ പരിശ്രമമാണ് കോട്ടയപ്പൻകാവിനെ നാടിന്റെ ഐശ്വര്യ വിളക്കാക്കി മാറ്റിയത്. ശാസ്താവിന്റെ കഴിവാണെന്നും എന്റെ കഴിവല്ലെന്നും പറഞ്ഞ് തന്റെ പ്രയത്നത്തെ ലഘൂകരിക്കാൻ ശ്രീഹരി വെങ്കടേഷ് ശ്രമിച്ചപ്പോൾ തന്നെ വ്യക്തിയെ മനസ്സിലാക്കാം. അകം നൊന്ന് വിളിച്ചാൽ അനുഗ്രഹം ചൊരിയാത്ത ദൈവങ്ങളില്ല. തിരുമേനി സാക്ഷ്യപ്പെടുത്തിയ ഒരു സംഭവം പറയാം. വിഷബാധ മൂലം ആശുപത്രിയിൽ എത്തുകയും എന്നാൽ വൈകിപ്പോയെന്ന ഡോക്ടറുടെ തുറന്നു പറച്ചിലും ഒരു കുടുംബത്തെ ഒന്നാകെ തകർത്ത സംഭവം മറക്കാനാവില്ല. തകർന്ന മനസ്സുമായി 1000 ശരണം വിളിയുമായി കോട്ടയപ്പൻകാവിലെത്തിയ ആ കുടുംബനാഥനെയും വീട്ടുകാരെയും കണ്ടപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ച ശ്രീഹരി പെട്ടെന്ന് തനിക്കുണ്ടായ മനഃശക്തിയിൽ എന്നും തൊഴുതു നമസ്കരിക്കുന്ന കോട്ടയപ്പൻകാവ് ശ്രീധർമ്മശാസ്താവിനെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു. കൈവിടില്ലെന്നറിയാം, കൈവിടാനാവില്ലെന്നും അറിയാം തൻ്റെ ഇഷ്ടദേവനെ. ഭസ്മക്കോവളത്തില ചാറും ഭഗവാനെ നിവേദിച്ച കിണ്ടിയിലെ വെള്ളവും ചേർത്ത് കഴിക്കാൻ കൊടുത്തു. ആ കുടുംബത്തെ രക്ഷിക്കണമേ എന്ന് മനസ്സിൽ 1000 വട്ടം പ്രാർത്ഥിച്ചു. വിദുര ഭാഗത്തു നിന്നും വന്ന 65 വയസ്സുകാരന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചു. ഈ സംഭവം നടന്നത് 2 വർഷം മുമ്പ് മാത്രമാണ്. ഉത്ര മഹോത്സവത്തിന് നാടൊന്നാകെ ക്ഷേത്രത്തിലേക്ക് എത്തും. നിത്യപൂജയും ഉണ്ട്. മൂർത്തികളിൽ മുമ്പൻ കോട്ടയപ്പൻ, 2ാം സ്ഥാനം ഗണേശ്വരന്, 3ാമത് ചാമുണ്ടേശ്വരി, 4ാമനായി അയ്യപ്പനും എത്തുന്നു. സ്വയംഭൂവായ ദേവനെയാണ് പൂജിക്കുന്നത്, അതായത് ശിവനെ ആരാധിക്കുന്നു. ഓഡിറ്റോറിയവും അവിടെ കല്യാണവും നടത്താറുണ്ട്. തിരുവനന്തപുരത്തു നിന്നും 40 കിലോമീറ്ററാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. തിരുവനന്തപുരത്തു നിന്നും നെടുമങ്ങാട് വഴി യാത്ര ചെയ്ത് പാലോട് എത്തുന്നതിന് മുമ്പ് ഇടത്തോട്ട് തിരിഞ്ഞ് വാമനപുരം ചിറ്റാർ റോഡിലൂടെ സഞ്ചരിച്ചാൽ മൈലമൂട് ശ്രീ കോട്ടയപ്പൻ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ എത്തുന്നതാണ്. ഒരിക്കലെങ്കിലും ഈ മനോഹര സ്ഥലത്തെത്തി ദുഃഖഭാരം ഇറക്കി വെക്കാൻ സാധിച്ചാൽ അതൊരിക്കലും മറക്കാനാവാത്ത അനുഭവമായി മാറും. ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ആരാധനാലയ യാത്രയുമായി കാണാം. നന്ദി, നമസ്കാരം.